പോലീസുകാർ എഴുതി വെച്ച സ്റ്റോറികൾ കണ്ടാൽ ഈ പെൺകുട്ടി ഇത്രയും വലിയ സംഭവമായിരുന്നു എന്ന് നമുക്ക് തോന്നും. ജീവിച്ചിരിക്കുന്ന ഒരാൾക്കാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ പറഞ്ഞിട്ടുള്ളത്. സ്ത്രീകൾ ഉൾപ്പെടെ താഴെ വന്നിട്ട് പറയും, നീയൊക്കെ എന്തോ ജന്മമാണ്, എനിക്ക് തന്നൂടായിരുന്നു, എനിക്ക് കുഞ്ഞില്ലാണ്ട് ഇത്രയും കാലം ഞാൻ ട്രീറ്റ്മെന്റിലായിരുന്നു എന്ന്. കുഞ്ഞുങ്ങളെ കൊല്ലുന്ന വിഷ്വൽസ്, ഒറിജിനൽ വിഷ്വൽസ് ഞാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർ കണ്ണ് തിരിച്ചു നിന്നിട്ട് ഇനി കാണിക്കണ്ട എന്നുള്ള രീതിയിൽ, മനസ്സിലായോ? ശ്യാമിലി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. അവൾ കരഞ്ഞ് അവളുടെ മൂക്കോ ഒലിപ്പിക്കുന്നതും ഇങ്ങനെ തേങ്ങുന്ന ശബ്ദമേ കേൾക്കുന്നുള്ളൂ. അവൾക്കത് കണ്ടു തീർക്കാൻ പറ്റിയില്ല. അങ്ങനെ പലരും, പേര് എടുത്ത് പറയാൻ പറ്റുന്നതും പറ്റാത്തതുമായിട്ടുള്ള പലരും. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം, മാമൻ അറിയാത്തൊരു വിഷയം. ഇത് കപ്പിൾ ഡിസീസാണ്. ഓക്കെ. അതായത് സ്ത്രീകൾക്ക് മാത്രം വരുന്ന അസുഖമല്ല, പുരുഷന്മാർക്കും വരും. ഗർഭകാലത്തും പ്രസവാവസ്ഥയിലും സ്ത്രീകൾക്ക് കടന്നു പോകേണ്ടി വരുന്ന പോസ്റ്റ്പാർട്ടം, പ്രീപാർട്ടം സൈക്കോസിസിനെ കുറിച്ച് വളരെ വിശദമായി തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഫൗസിയ മുസ്തഫ നമ്മളോട് സംസാരിച്ചു. ഇപ്രാവശ്യത്തെ രാംനാഥ് ഗോയങ്ക അവാർഡ് ഈ വിഷയത്തിൽ ഫൗസിയ ചെയ്ത 30 എപ്പിസോഡുകളുള്ള ഒരു സീരീസിനാണ് ലഭിച്ചിരിക്കുന്നത്. വളരെ ഉള്ളു നോവുന്ന കഥകളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. ഇനിയും ഒരുപാട് പറയാനുണ്ട്. ഇനിയും നമ്മുടെ സമൂഹത്തിലേക്ക് ഈ വിഷയത്തെക്കുറിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതിനെക്കുറിച്ച് ഫൗസിയയ്ക്ക് സംസാരിക്കാനുണ്ട്. 2ാമത്തെ എപ്പിസോഡിൽ ബാക്കി കേൾക്കാം. പിന്നെ ബാക്കി ഫൗസിയയുടെ ജേർണലിസം രംഗത്തേക്കുള്ള വരവിനെ കുറിച്ചും മറ്റ് ജേർണലിസം എന്ന് പറയുന്നത് പാഷനായിട്ട് തന്നെയാണ്. നേരത്തെ തന്നെ അത് ആ ഇൻട്രസ്റ്റ് തന്നെ തെരഞ്ഞെടുത്തത് കൊണ്ട് തന്നെയാണ് ഡിഗ്രി മാസ് കമ്മ്യൂണിക്കേഷൻ കൽപ്പറ്റ ഗവൺമെന്റ് കോളേജിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് PG മാസ് കമ്മ്യൂണിക്കേഷൻ MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിലായിരുന്നു. 3rd സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ വിഷനിൽ ജോലി കിട്ടി. പിന്നെ ഇന്ത്യ വിഷൻ കോട്ടയം ബ്യൂറോ തൊട്ട് കേരളത്തിലെ ഏകദേശം 12 ജില്ലകളിൽ സിംഗിൾ മാൻ ബ്യൂറോകളിൽ തന്നെ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് ഏഷ്യാനെറ്റിൽ പോയി. അതിനിടയിൽ പ്രസവിക്കാൻ പോയി. ഇല്ല, ഭാഗ്യം കേട്ടോ. പക്ഷെ അപ്പോഴും നമ്മൾക്ക് അപ്പോഴും എനിക്ക് പെരിനാറ്റൽ സൈക്കോസിന്റെ ഭാഗമായിട്ട് കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിന് നമ്മൾ ആ രീതിയിൽ വാർത്തകൾ വരുന്നില്ല. കേരളത്തിൽ ഒരു വാർത്തയും, അതായത് കേരളത്തിലെ ഒരൊറ്റ FIR പോലും ഈ പെൺകുട്ടി മാനസികാരോഗ്യ പ്രശ്നങ്ങളാലാണ് കൊന്നത് എന്ന് രേഖകളിലില്ല. അതുകൊണ്ട് അറിയില്ല. ഈ നേരെ മറിച്ച് കാമുകന്റെ കൂടെ ഒളിച്ചോടാൻ പോയതും അത്ര കുറേ ഇമാജിനേറ്റഡ് സ്റ്റോറീസുമായിട്ട്, അതിൽ ഏറ്റവും നല്ല സ്റ്റോറി റൈറ്റേഴ്സ് നമ്മളൊക്കെ ജേർണലിസം ക്ലാസ്സിൽ പഠിക്കുന്ന പോലെ തന്നെ പോലീസുകാർ തന്നെയാണ്. പോലീസുകാർ എഴുതി വെച്ച സ്റ്റോറികൾ കണ്ടാൽ ഈ പെൺകുട്ടി ഇത്രയും വലിയ സംഭവമായിരുന്നു എന്ന് നമുക്ക് തോന്നും. അപ്പൊ ഞാൻ കണ്ണൂരുള്ള ഒരു കുട്ടി, അതിനെനിക്ക് അതും ഈ പറഞ്ഞ പോലെ ഒരു മിറാക്കിളായിട്ട് തുടരുകയാണ്. കണ്ണൂർ ഒരു കുട്ടി കുഞ്ഞിനെ കൊന്നതിന് ശേഷം ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങി. ആ കുട്ടിക്ക് 21 വയസ്സേ ഉള്ളൂ. ഈ മുങ്ങി എന്നാണ് എന്നോട് പോലീസുകാർ പറഞ്ഞത്. അപ്പൊ അതൊരു വലിയ, നമുക്ക് ക്യാമറ കൊണ്ട് കടന്നു ചെല്ലാൻ പറ്റാത്തൊരു ബെൽറ്റ് ആയിരുന്നു. അപ്പൊ ക്യാമറാമാൻ ഒരിടത്ത് ഞാൻ പിന്നെ നിർത്തി. എന്തെങ്കിലും കാരണവശാൽ ഞാൻ ഓടി വരികയാണെങ്കിൽ വണ്ടിയും ക്യാമറയും തയ്യാറായിരിക്കണം. കാരണം അവിടേക്ക് ആ ഗ്രാമത്തിലേക്ക് അവൾ അന്വേഷിച്ച് ചെന്നാൽ അവളെ പേര് പറയുന്നവരെ തന്നെ അവർ കൊല്ലുന്നായിരുന്നു ഭീഷണി. അത് അവർ ചാനലുകളിലൊക്കെ പ്രഖ്യാപിച്ചതാണ്. അവരുടെ സ്വയം പ്രഖ്യാപിത നയം തന്നെ അതായിരുന്നു, അവൾ എവിടെ കണ്ടാലും ഞങ്ങൾ കൊല്ലും എന്നുള്ളത്. കാരണം അവള് ആ നാടിന് തീരെ കളങ്കമാണെന്നുള്ളതാണല്ലോ. പക്ഷെ അവരെ വീട്ടില് നമ്മള് ഇങ്ങനെ പിന്നെ ആള് മാറി ചെന്ന് പിന്നെ അവര് അകത്ത് കയറിയപ്പോ ഇന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പൊ അവര് ഭയങ്കര കരച്ചിലായിരുന്നു, അമ്മയും മോളൊക്കെ. അപ്പൊ അച്ഛൻ വരുന്നതിന് മുമ്പ് പോയിക്കോളാനും എന്നോട് പറഞ്ഞു. അപ്പൊ അവര് പറയണെന്ന് വെച്ചാൽ ഈ കുട്ടി ദിവസങ്ങളോളം ഉറങ്ങാതിരിക്കുമായിരുന്നു പോലും. പ്രസവത്തിനൊക്കെ ശേഷം ഉറക്കം ഉണ്ടായിരുന്നില്ല. പിന്നെ എപ്പോഴും ഫേസ്ബുക്ക്, പിന്നെ അതിന്റെ പ്രശ്നം വെച്ചാൽ ഫേസ്ബുക്ക് യൂട്യൂബൊക്കെ വേറൊന്നും ചെയ്യാനുണ്ടാവില്ല. അപ്പൊ രാത്രിയൊക്കെ ഇങ്ങനെ, അപ്പൊ അതില് ഒരാളെ അതിന്റെ കാമുകനാണെന്നും പറഞ്ഞ് അതും പോലീസ് കുടുക്കി. ഒടുവിൽ കോടതി അതിനെ വെറുതെ വിട്ടു. അത് അതിന്റെ കാമുകനൊന്നും അല്ലായിരുന്നു, പോലീസ് ഉണ്ടാക്കിയ സ്റ്റോറി ആയിരുന്നു. ഈ കുട്ടി 21 വയസ്സും നല്ല സുന്ദരിയാണ് അത്യാവശ്യം. പക്ഷെ ഈ കുട്ടിയെ കൊണ്ടുപോയത് വേറൊരു സ്ഥലത്തേക്കാണ്. അപ്പോ അതിനുള്ള ആൾക്കാരും പുറത്തു കാത്തിരിപ്പുണ്ട് എന്നുള്ളതാണ്. അത് ഇവര് ക്രൈമുള്ള ആൾക്കാർ ഇപ്പൊ നാട്ടിൽ സ്വീകരിക്കില്ല, അച്ഛനും അമ്മയ്ക്കും സ്വീകരിക്കാൻ പറ്റില്ല. കാരണം അവർക്കും ജീവിക്കാൻ പിന്നീട് വേറെ നിർവാഹമില്ല. അപ്പൊ അവര് ഉപേക്ഷിക്കുകയാണ് ഒരു കുഞ്ഞിനെ. അപ്പൊ ഒന്നാലോചിക്ക്, ഒരാൾ അനാഥമായി പോയി അവരുടേതല്ലാത്ത കാരണത്താല്. അതായത് കുടുംബം മൊത്തം ഇതായി പോകില്ല. അതെ, നമ്മുടെ കുടുംബത്തിൽ ഒരു കുഞ്ഞു പോയി എന്നൊക്കെ പറയുമ്പം ആ ഹോൾ ഫാമിലിയും അതിന് സഫർ ചെയ്യുമല്ലേ, ലൈഫ് ലോങ്. അതെ, സഫർ ചെയ്യാന്ന് പറയുന്നത് പിന്നെ ഇതിലേറ്റവും നമ്മൾ ഒരുപാട് ഇത്തിരിവാകേണ്ട ഒരു കേസ് ഉണ്ടായിരുന്നു സുപ്രീം കോടതിയിൽ തന്നെ. അപ്പോൾ സുപ്രീം കോടതിയിൽ എത്തിയ ഒരു കേസിൽ പോലും ഇതിങ്ങനെയല്ല,
പിന്നെ ഒരു കുട്ടി നമ്മൾ ഗർഭചിത്രം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നുണ്ട്. അവൾക്ക് നേരത്തെ 2 കുട്ടികളുണ്ട്. മൂന്നാമത് ലാക്ടറൽ അമിനോറിയ, അതായത് പാല് കുടിക്കുന്ന സമയത്ത് ഗർഭിണി ആവാനുള്ള സാധ്യത കുറവാണല്ലോ. അതുകൊണ്ട് തന്നെ അവര് അറിഞ്ഞില്ലായിരുന്നു അവര് ഗർഭിണിയാണ് എന്നുള്ളത്. അപ്പൊ 2ാമത്തെ പ്രസവത്തിൽ അവർക്ക് പെരിനാറ്റൽ സൈക്കോസിസ് വന്നിരുന്നു. അതിന്റെ ട്രീറ്റ്മെന്റിലുമാണ് അവര്. അപ്പൊ 2ാമത്തെ കുഞ്ഞിന് 6 മാസം ഉള്ളപ്പോഴാണ് അവര് വീണ്ടും ഗർഭിണിയായത്. അത് അവരറിഞ്ഞില്ല. പക്ഷെ എന്നിട്ട് ഈ കുഞ്ഞിന് ഒരു 4-5 മാസം കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റങ്ങൾ വീണ്ടും വരാൻ തുടങ്ങി. ഡോക്ടറെ കാണിച്ചപ്പോഴാണ് ഇവർ പറയുന്നത് ഇവർ ഗർഭിണിയാണെന്ന്. അപ്പൊ ആ സമയം, ഗർഭചിത്രത്തിന്റെ സമയം കഴിഞ്ഞു പോയതുകൊണ്ട് തന്നെ കഴിഞ്ഞുപോയി എന്ന് മനസ്സിലാക്കി ആശുപത്രി അധികൃതർ സമ്മതിച്ചില്ല. ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കാൻ പറഞ്ഞു. ഹൈക്കോടതി സുപ്രീം കോടതിയെ സമീപിക്കാൻ പറഞ്ഞു. അപ്പോ സുപ്രീം കോടതിയെ സമീപിക്കാൻ പറഞ്ഞു. സുപ്രീം കോടതി എന്ത് ചെയ്തു? അപ്പോ ജസ്റ്റിസ് BV നാഗരത്ന ആൻഡ് ജസ്റ്റിസ് ഹിമ കോഹ്ലി, ഈ 2 ഡിവിഷൻ ബെഞ്ചിലേക്കാണ് ഈ കേസ് വന്നത്. അതിൽ ഇവർ ആദ്യത്തെ ദിവസം ഇവർ വിധി പറഞ്ഞു. നമ്മുടെ എയിംസിനോട് ഇത് ഗർഭചിത്രം നടത്താൻ പറഞ്ഞവർ വിധി അങ്ങ് എഴുതി വിടുകയാണ്. പക്ഷേ 2ാമത്തെ ദിവസം പിന്നീട് ഇവരെന്ത് ചെയ്തു? എയിംസിലൊരു ഡോക്ടർ ഇവർക്ക് മെയിൽ അയക്കുകയാണ്. ഈ കുട്ടി അതായത് ഗർഭത്തിലുള്ള ഒരു കുട്ടിയാണല്ലോ, മേ ബി അത് ജീവനോടെ വന്നാൽ ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ട്. അപ്പോ അന്നേരം മെഡിക്കൽ ബോർഡ് ആ അഭിപ്രായം കോടതിയിൽ പറഞ്ഞില്ല. രാത്രി ഒരു ഡോക്ടർ ഇരുന്ന് ഈ കുത്തിത്തിരിപ്പ് അഭിപ്രായം പറഞ്ഞു വിടുകയാണ്. അപ്പൊ കോടതി തൃശങ്കു സ്വർഗത്തിൽ എന്ന പോലെയായി. അപ്പോ ഹിമ കോഹ്ലി നാഗരത്നയും തമ്മിൽ അടിയായി ഈ വിഷയത്തിൽ. അപ്പൊ നാഗരത്ന പറയുന്നുണ്ട്, ജീവിച്ചിരിക്കുന്ന ഒരാൾക്കാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഗർഭത്തിലിരിക്കുന്ന ആളല്ല. അവരുടെ സ്വയം ഇഷ്ടപ്രകാരം അല്ലാതെ അവർ ഗർഭം ധരിച്ചു. അവർക്കത് ക്യാരി ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ആ വ്യക്തിയുടെ താല്പര്യമാണ് ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കേണ്ടത്. പക്ഷെ ഹിമ പറഞ്ഞു, എന്ത്, ഒരു കുഞ്ഞിനെ കൊല്ലുന്നത് പാപമല്ലേ, ആ പാപത്തിന് എങ്ങനെ കൂട്ടു നിൽക്കാൻ പറ്റും? അപ്പൊ ഒന്ന് ആലോചിച്ചു. എൻഡ്രലി കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള 2 വിധി. ഇത് ജസ്റ്റിസ് JY ചന്ദ്രചൂഡിന്റെ ബെഞ്ചിലെത്തുകയാണ്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഒരു വലിയ നയം, അതായത് നമ്മള് എന്താ പറയുക, ഒരു പിന്തിരിപ്പൻ, അതായത് നൂറ്റാണ്ടുകൾ പിന്നോട്ട് പോയ ഒരു വിധിയാണ് ആ വിഷയത്തിൽ അന്ന് ഒരു ദിവസം കൊണ്ടാണ് എഴുതിയത്. ഈ വിധി എഴുതുന്നത് എന്തായിരുന്നു എന്ന് വെച്ചാല്, നിങ്ങൾ ഗർഭം തുടരണം, നിങ്ങളുടെ പ്രസവം ആരെടുക്കും? എയിംസ് എടുക്കും. നിങ്ങൾക്ക് ഏറ്റവും മൈൽഡായ ഈ വിഷയത്തിൽ ഈ രോഗവുമായിട്ടുള്ള ഏറ്റവും മൈൽഡായ ചികിത്സ നിങ്ങളെ ബാധിക്കാത്ത തരത്തിൽ എയിംസ് പ്രിഫർ ചെയ്യും. എന്നിട്ട് ഏറ്റവും ലാസ്റ്റുള്ള കണ്ടീഷനാണ്, പ്രസവത്തിന് ശേഷം നിങ്ങൾക്ക് കുഞ്ഞിനെ സർക്കാരിലേക്ക് ദത്തു കൊടുക്കാം. അതാണ് JY ചന്ദ്രചൂഡ് എന്ന സുപ്രീം കോടതിയുടെ ജഡ്ജി ഒരു പെരിനാറ്റൽ സൈക്കോസിസ് ബാധിച്ച ഒരു സ്ത്രീയോട് പറഞ്ഞ വിധിയാണിത്. അതായത് നിങ്ങൾ ഭ്രാന്ത് പിടിച്ചിട്ടാണെങ്കിലും പ്രസവിച്ചേ തീരൂ, ബാക്കിയൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. മനസ്സിലായോ? അപ്പൊ എവിടെ പോകും സ്ത്രീകള്? അപ്പൊ നമ്മളിപ്പോ ഇത്രയും പറഞ്ഞില്ലേ, ഇന്ത്യൻ നിയമത്തിൽ മാറ്റം വരണം, ആ മാറ്റം, ആ കാതലായ മാറ്റം വന്നാൽ ഈ സ്ത്രീകൾ രക്ഷപ്പെടും എന്ന്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിധി എഴുതിയ മനുഷ്യനാണ് ഈ എഴുതി വെച്ചിട്ട് റിട്ടയർ ചെയ്തു പോയത്. അദ്ദേഹത്തിന്റെ ലാസ്റ്റ് വിധിയും കൂടി ആയിരുന്നു എന്നാണ് ഞാൻ ഓർക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വലിയ ഒരു പ്രശ്നത്തെ നമ്മൾ വളരെ ലാഘവത്തോടു കൂടി അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അറിവില്ലായ്മ എന്ന് പറഞ്ഞേ, പക്ഷെ നമ്മളറിയില്ല, ഇഗ്നോറൻസ് ലോ ഈസ് നോട്ട് എക്സ്ക്യൂസ് ബിഫോർ ദ ലോ എന്നാണ് പറയുക. അതായത് അറിവില്ലായ്മ നമുക്ക് തിരുത്താനുള്ള സമയം ഈ പറഞ്ഞ 100 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്ര വർഷം കഴിഞ്ഞു? അതെ, സ്ത്രീകളെ സംബന്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങളിലും അങ്ങനെ. ഇനി ഈ പറഞ്ഞ പിന്നെ മറ്റേ മാനസികാരോഗ്യത്തിനുണ്ട്. നമ്മൾ ഏറ്റവും വലിയ സ്റ്റിഗ്മകൾ നിലനിൽക്കുന്ന സ്ഥലമാണല്ലോ. അതെ, മാനസികാരോഗ്യമാണെങ്കിലും പിന്നെ അവരതിൽ കുറച്ചിലായിട്ട് കാണുന്നു. ഞാൻ പറയുന്നത് മാനസികാരോഗ്യ ചികിത്സ എടുക്കുന്നത് നമ്മുടെ അസുഖം, നമ്മളിപ്പോ ഒരു സ്കിന്ന് ഫേഷ്യൽ ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റ് ബ്യൂട്ടി പാർലറുകളിൽ പോകുന്നു, അതുപോലെ കാണാം. കാരണം എന്താ വെച്ചാൽ സ്ട്രെങ്ത്, മെന്റൽ സ്ട്രെങ്ത് ഉള്ള ഒരാൾക്ക് നന്നായിട്ട് പെരുമാറാൻ പറ്റും സൊസൈറ്റിയിൽ. ഒരാളുടെ മെന്റൽ ഹെൽത്ത് ഇല്ലായ്മ അയാളുടെ ചുറ്റും നിൽക്കുന്ന പിന്നെ എല്ലാവരെയും അത് ഞാൻ പറയാം, ആ വിഷയം കൂടെ ഞാൻ പറയാം. അതായത് നമ്മൾ പറയും കുട്ടികൾ അനാവശ്യമായിട്ട് അടിക്കുന്ന അമ്മമാരുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ, ഇഷ്ടം പോലെയുണ്ട്. നല്ല കീറ് കൊടുക്കും കുട്ടികൾ, തൊട്ടതിന് പിടിച്ചതിന് താഴെ വീണ എന്തിനും ഏതിനും വലിച്ചിട്ട് കീറും. അത് ഈ അസുഖത്തിന്റെ ഭാഗമാണ്. ശരിയായ ചികിത്സ അവർക്ക് കിട്ടിയാല് അവരുടെ സ്ട്രെസ് കുറയും. മനസ്സിലായി? നമ്മൾ ഈ പറഞ്ഞ കഷായം, അരിഷ്ടം, ലേഹ്യം, തേച്ചുകുളി എല്ലാം കൊടുത്തു, പക്ഷെ
പ്രോപ്പർ ട്രീറ്റ്മെന്റ്. ഈ പ്രോപ്പർ ട്രീറ്റ്മെന്റ് കിട്ടിയാൽ അപ്പൊ എന്ത് ചെയ്യുന്നറിയാവോ, ഈ അടി കിട്ടുന്ന കുട്ടികൾക്ക്, ഞാൻ പറയുന്നത് എന്താണ്, ഈ കുട്ടികൾ അടി കിട്ടി, അടി എന്ന് പറഞ്ഞാല് നല്ല അടി കിട്ടി വളർന്ന കുട്ടികൾക്ക് അവരനുഭവിക്കുന്ന ട്രോമയുണ്ട്. കുട്ടിക്കാലത്ത് അടി കിട്ടി അച്ഛന്റെ അടുത്തുനിന്ന് അമ്മേന്റെ അടുത്തുനിന്നോ അടി കിട്ടിയാല് അവരനുഭവിക്കുന്ന ആ ട്രോമ ഉണ്ടല്ലോ, അത് അവർ സൊസൈറ്റിയിൽ ഇറങ്ങുമ്പോഴാണ്, ആ സൊസൈറ്റിയാണ് അത് അനുഭവിക്കുന്നത്. നല്ല ഹ്യൂമൻ ബീങ് ആയിട്ടൊന്നും പറ്റില്ല. അപ്പൊ അവരുടെ ആ ദേഷ്യം, ആ വയലൻസ് അവിടെ പ്രകടിപ്പിക്കാൻ പറ്റാതെ പോയ കാലത്ത് ഇവിടെ വന്ന് പ്രകടിപ്പിക്കും ഇക്കാലത്ത് വളരുമ്പോഴേ. അപ്പോ എന്തായിരുന്നു അതിന്റെ ശരിയായ റീസൺ? അമ്മയ്ക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിരുന്നു, അച്ഛനോടുള്ള ദേഷ്യമാണ് തീർത്തത് എന്നുള്ളതൊക്കെ ആയിരിക്കും പറയുക, അല്ലെങ്കിൽ അമ്മയോടുള്ള ദേഷ്യമാണെന്നൊക്കെ. പക്ഷെ ശരിക്കും അതല്ല. അതിന്റെ ബിഹൈൻഡ് ദ റീസൺ എന്ന് പറയുന്നത് ഈ ഹോർമോൺ ഇംബാലൻസ് അവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. അത് 12 വർഷം വരെ നിൽക്കും എന്നാണ് പറയുന്നത്. പ്രസവിച്ചു കഴിഞ്ഞ് പഠനങ്ങൾ പറയുന്നത് 12 വർഷം വരെ അത് അങ്ങനെ നിൽക്കും. ഏറ്റവും മൂർധന്യത്തിൽ നിൽക്കുക ഈ പ്രസവത്തിന്റെ ആദ്യ കാലഘട്ടത്താണ്. അത് കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ഇല്ല എങ്കിൽ 12 വർഷം വരെ നിൽക്കും. അപ്പൊ ഈ 12 വർഷമൊക്കെ അവരുടെ കൂടെ ജീവിക്കുന്നവര്, അതായത് ഇപ്പൊ ഈ അടി വാങ്ങിക്കേണ്ട കുട്ടികളല്ല അവര്, സ്നേഹം കിട്ടി വളരേണ്ടവരായിരുന്നു. പക്ഷെ ഈ അവരുടെ സ്ത്രീകളുടെ അറിവില്ലായ്മ, ബന്ധുക്കളുടെ അറിവില്ലായ്മ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇപ്പൊ സൊസൈറ്റിയിൽ ഇപ്പൊ വീട്ടിൽ ഇരിക്കുന്നവർക്ക് ഇവക്ക് ഒരു സുഖം ഇല്ലെങ്കിൽ നമ്മളൊന്ന് കൊണ്ടുപോയി കാണിക്കാന്നുള്ളൊരു തോന്നൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ബോധവൽക്കരണം വേണ്ടേ? ആ ബോധവൽക്കരണം നിർബന്ധമായിട്ട് ഒരു സർക്കാർ ചെയ്തേ പറ്റൂ. സർക്കാരിനെ ചെയ്യാൻ പറ്റുള്ളൂ, മറ്റാർക്കും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ സൊസൈറ്റിയിൽ ഈ പറഞ്ഞ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെ താഴെ വന്നിട്ട് പറയും, നീയൊക്കെ എന്തോ ജന്മമാണ്, എനിക്ക് തന്നൂടായിരുന്നു, എനിക്ക് കുഞ്ഞില്ലാണ്ട് ഇത്രയും കാലം ഞാൻ ട്രീറ്റ്മെന്റിലായിരുന്നു എന്ന്. ഇവർ ആരോടാണ് ഈ പറയുന്നത്? ബുദ്ധിയില്ലാത്തൊരു സ്ത്രീയോടാണ് ഈ പറയുന്നത്, ബുദ്ധിയില്ലാതെ ചെയ്ത്. അത് അവർ മനസ്സിലാക്കുന്നില്ല. നഷ്ടപ്പെട്ടു പോയ പക്ഷെ ആ ബോധവും അവർക്കില്ല. ഇവരിന്ന കാരണം കൊണ്ടാണ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ, എനിക്ക് കുഞ്ഞില്ലാതെ ഞാൻ ട്രീറ്റ്മെന്റിലാണ്, നീ എനിക്ക് തന്നുകൂടായിരുന്നു എന്ന് പറയുന്ന സ്ത്രീക്കും ആ ബോധവൽക്കരണവും ഇല്ല. അപ്പൊ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുക? ഞാൻ ഇപ്പോഴും പറയുന്നത് അത് സർക്കാരിന്റെ കുഴപ്പമാണ്. ഇനി നമ്മുടെ ഒരു സംസ്ഥാന സർക്കാർ, ഇപ്പൊ കേന്ദ്ര സർക്കാരിൽ ആ നിയമവും ഇല്ല. നമ്മൾ പറയുമല്ലോ ഏറ്റവും ഫോർവേഡ് ആണ് നമ്മൾ എല്ലാത്തിലും. നമുക്ക് എന്ത് ചെയ്യാൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ മാർഗം ഉണ്ടായിരുന്നില്ലേ? ഡോക്ടേഴ്സ് ഇല്ലേ? സംവിധാനങ്ങളില്ലേ? ഇപ്പൊ ഇത്തരം കേസുകൾ വരുമ്പോൾ ഒരു ജൂറിയെ വെച്ച് ഈ കേസ് അനലൈസ് ചെയ്തിട്ട് വേണം ഇതിൽ ഇന്ന വകുപ്പ് ചുമത്താൻ. മിനിമം 24/7 സ്ക്രൂട്ടിനി ഇവർക്ക് നിർബന്ധമാണ്. അതായത് ഇത്തരം സൈക്കോസിന്റെ ഭാഗമാണോ എന്താ ഈ കേസുകളിലൊക്കെ സംഭവിച്ചെന്നറിയുമോ? ഇവരെ വെറുതെ വിടാനോ അല്ലെങ്കിൽ ഇവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനോ ഇവർക്ക് ചികിത്സ കണ്ടെത്താനോ കൊടുക്കാനോ കഴിയാതെ പോയതെന്ന് വെച്ചാലും ഈ ഡിപ്പാർട്ട്മെന്റ് പറയാം, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ജയിൽ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും പറയാം, ഇവരെ 24/7 പരിശോധിച്ചിട്ടില്ല. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് അവർക്ക് കോടതിയിൽ എത്തിയാൽ അത് തെളിയിക്കാൻ പറ്റുള്ളൂ. കോടതി ആ സർട്ടിഫിക്കറ്റ് ചോദിക്കും. അപ്പൊ ഫൗസിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മാധ്യമപ്രവർത്തകർ പോകുന്ന വഴിയിലല്ല, കുറച്ചുകൂടി ആഴത്തില് സമൂഹത്തെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുവരാനുള്ള വിഷയങ്ങളാണ് ചെയ്യാറുള്ളത്. അപ്പൊ നമ്മൾ ഈ മാധ്യമരംഗത്തെ കുറിച്ച് ഇത് ചെയ്യുമ്പോൾ ഇത് സ്ത്രീകളുടെ ഇടമല്ലാത്ത ചില ഇടങ്ങളായിട്ടാണ് എല്ലാ കാലത്തും മാധ്യമരംഗത്തെ കരുതിയത്. ഇപ്പോൾ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോഴാണെങ്കിലും സിനിമയെക്കുറിച്ച് പറയുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ മാധ്യമരംഗത്തെക്കുറിച്ച് പറയുമ്പോഴാണെങ്കിലും. അപ്പോൾ എങ്ങനെയാണ് ഫൗസിയുടെ അനുഭവം? എങ്ങനെയാണ് ഇത്തരം സ്റ്റോറികൾ ചെയ്യാനായിട്ടുള്ള സപ്പോർട്ടാണോ അതോ? ഇത്തരം സ്റ്റോറികൾ എന്ന് പറയുന്നത് ഞാൻ ഇന്ത്യ വിഷനിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നികേഷിന്റെ കാലം കഴിഞ്ഞ് MP ബഷീറിന്റെ കാലമായിരുന്നു. അദ്ദേഹം എന്ന് പറയുന്നത് ഐസ്ക്രീം പാർലർ കേസ് പോലുള്ള ഒരു അന്വേഷണ കുതുകിയായിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇത്തരം സ്റ്റോറികളുമായിട്ടുള്ള ആശയങ്ങൾ വെച്ചാൽ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനേ നമ്മോട് പറയുള്ളൂ. ഒരൊറ്റ ത്രെഡിൽ അത് അയാൾ അവസാനിപ്പിക്കില്ല. അതിന്റെ മറിച്ച രേഖ എവിടെ, മറ്റേ രേഖയുടെ ഇതിനെ കൗണ്ടർ ചെയ്യുന്ന വേറെ കുറേ രേഖകൾ വേണം, എങ്കിലേ ആളത് സമ്മതിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് സമയം തരുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ആ ചീഫ് എഡിറ്ററുടെ ആയിരുന്ന സമയത്ത് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. അതിൽ പെണ്ണെന്നോ ആണെന്നോ കൊടുത്തിട്ടില്ല, ജെൻഡർ ഇല്ലായിരുന്നു. ഇവിടെ ന്യൂസ് മലയാളത്തിൽ അദ്ദേഹം വിളിച്ചിട്ടാണ് ഞാൻ പോകുന്നത്, ജോയിൻ ചെയ്യുന്നതും. അപ്പോഴും ഞാൻ ആവശ്യപ്പെട്ടത് എന്ന് പറയുന്നത് ഒരു ബ്യൂറോ അല്ല, എനിക്ക് സ്റ്റേറ്റ് വൈഡ് റിപ്പോർട്ട് ചെയ്യണം എന്നായിരുന്നു. കാരണം ഞാൻ 12 ജില്ലകളിൽ ജോലി ചെയ്ത എക്സ്പീരിയൻസിലും അവിടങ്ങളിലുള്ള ആളുകളുമായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉള്ള എക്സ്പീരിയൻസിലും അത്തരം സ്റ്റോറികളുമായിട്ടായിരുന്നു എനിക്ക് കണക്റ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ
നമ്മളിപ്പോ കുറെ കാലത്തിന് ശേഷം അത്തരം വാർത്തകൾ കാണുന്നില്ല. കാരണം ഡെയിലി ലൈവാണ്. ഇപ്പോൾ രാവിലെ തൊട്ട് ജേർണലിസ്റ്റുകൾ ഫുൾ ടൈം ലൈവാണ്. അവർക്ക് പോകാൻ സമയമല്ല. ഇപ്പൊ ഒരു നഗരസഭ വിട്ടുകാണ്ട് ഇവിടെ ഒരു 10 ജേർണലിസ്റ്റുകൾ തിരുവനന്തപുരം ബ്യൂറോയിലുണ്ടെങ്കിലും ആ 10 പേർക്കും പുറത്ത് പോയി ഒരു സ്റ്റോറി ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല. കാരണം നമ്മളിപ്പോൾ ഒരു ലൈവിലേക്ക് മാറിക്കഴിഞ്ഞു. ഒരു ഓട്ടോ മറിഞ്ഞു, അവിടെയും ലൈവാണ്. ആ ഓട്ടോ എടുത്ത് തിരിച്ച് അയാൾ പോകുന്നത് വരെ നമ്മൾ ലൈവ് വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി. അപ്പൊ ആ സാഹചര്യമല്ല, എനിക്കത് ചെയ്യാൻ കഴിയില്ല, എനിക്ക് സ്റ്റേറ്റ് വൈഡ് പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നതായിരുന്നു. അപ്പൊ അത്തരം സ്റ്റോറികളുടെ ലിസ്റ്റ് അതിൽ 25-30 സ്റ്റോറികൾ ഉണ്ടായിരുന്നു. അതിലൊരു സ്റ്റോറി ഇതായിട്ടുള്ളൂ കേട്ടോ. ഇത് ചെയ്യാനിരിക്കുന്നേ ഉള്ളൂ. അതെ. അപ്പോൾ ഈ സ്റ്റോറി ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് പിന്നീട് എന്ന് വെച്ചാൽ അതിനൊരു വലിയൊരു ദുരവസ്ഥയിലേക്ക് അത് പോവുകയാണ് ചെയ്തത്. നമ്മൾ സ്റ്റോറി ചെയ്തു എന്നുള്ളത് തന്നെയാണ്. ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു അതിന്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ. അല്ല, അപ്പം ശരിക്കും സ്ത്രീകൾ ഇത്രയും മുന്നോട്ട് വരുമ്പോൾ, സ്ത്രീകൾ രാംനാഥ് ഗോവിന്ദ് അവാർഡ് ലെവലിൽ എത്തുമ്പോൾ അതിനുള്ള സപ്പോർട്ട് നമ്മുടെ മാധ്യമരംഗത്തുണ്ടോ? അങ്ങനെ ചോദിച്ചാലേ മേ ബി അതിപ്പോൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. വാസ്തവം എന്ന് പറയുന്നത് പിന്നെ ഇത് ഞങ്ങളുടെ കൂടെ ഇടമാണ് എന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ജേർണലിസ്റ്റുകൾ, അതായത് ലേഡി ജേർണലിസ്റ്റുകൾ ഇവിടെ ഉണ്ടെങ്കിലും അതിനുള്ള ആർജവം പലപ്പോഴും പലരും കാണിക്കാറില്ല. അതിനകത്ത് നിന്ന് നമ്മൾ പോരാടി തളർന്നു പോയവരൊക്കെ ആയിരിക്കും കൂടുതലുണ്ടാവുക. എന്നാലും ഏറെക്കുറെ ജയിച്ചവർ തന്നെയാണ്. കാരണം ഈ കാലത്തുള്ള ഒരു ജെൻഡർ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ആ ഐഡന്റിറ്റി അവർക്ക് ഞങ്ങളും ഇവിടെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കാനും അത് വരുത്തി തീർക്കാനും മാക്സിമം സ്ത്രീകൾ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഈ പറഞ്ഞ ലൈവിന്റെ ഭാഗമായിട്ടാണ് പല സ്ത്രീകളും ഇത്തരം സ്റ്റോറികൾക്ക് പോകാതിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഇന്ത്യയിൽ തന്നെ മാധ്യമരംഗത്തെ ഇത്തരം പല സ്റ്റോറികളും നോക്കുമ്പോൾ നമുക്കറിയാം ശരിക്കും ജനങ്ങളുടെ കൂടെ നിൽക്കുന്നത്, പ്രശ്നങ്ങളുടെ കൂടെ നിൽക്കുന്നത്, സമൂഹത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഡെവലപ്മെന്റൽ ജേർണലിസം എന്ന് പറയുന്നതിനകത്തും റൂറൽ റിപ്പോർട്ടിങ്ങിലും ഒക്കെ സ്ത്രീകളുടെ സാന്നിധ്യമാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ കേരളത്തിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇത്തരം വിഷയങ്ങൾ ഇപ്പൊ കൊണ്ടുവരാൻ പലപ്പോഴും സ്ത്രീകൾ മാത്രമാണ് ചിന്തിക്കുന്നത്. ശരിക്കും നമ്മുടെ നോവുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ നാളെയുടെ കുട്ടികളെ കുറിച്ചൊക്കെ ഉള്ള ചിന്ത വരുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെയും കൂടി ഒരു ഇടമാണ് എന്നുള്ള രീതിയിൽ മാധ്യമ പ്രവർത്തനത്തെ കൊണ്ടുപോകാനുള്ള ഒരു അന്തരീക്ഷം ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. അവസിയുടെ പേഴ്സണൽ അനുഭവത്തിലും അതാണല്ലോ പറയുന്നത് അല്ലെ. ഇതില് ഇപ്പൊ ഈ വിഷയത്തിൽ തന്നെ ഞാൻ നേരിട്ട ഒരു പ്രധാന പ്രതിസന്ധി എന്ന് പറയുന്നത് ചീഫ് എഡിറ്റർ ആയിരുന്ന ആള് പിന്നെ മാറുകയാണ് ചെയ്തത്. അതായത് അദ്ദേഹം സർവീസിലുണ്ടെങ്കിലും അദ്ദേഹത്തെ അതിൽ നിന്ന് പുതിയ ആളുകൾ വന്നപ്പോൾ അവർ മാറ്റി നിർത്തി. ഈ സ്റ്റോറിയുടെ ചുമതല ഞങ്ങൾക്കാണ്, ഇവർ നോക്കും അല്ലെങ്കിൽ ഞങ്ങൾ നോക്കും എന്നുള്ള രീതിയിലേക്ക് അതിനെ മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ അതുവരേക്കും എന്ന് പറയുന്നത് ഈ 9 മാസവും നമ്മൾ സ്റ്റോറികൾക്ക് വേണ്ടി പുറത്തു പോകും. ഈ സ്ത്രീകൾ എപ്പോഴാണ് വില്ലിങ് ആവുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത്രയും സമയം എടുത്തത്. കാരണം ചില സമയത്ത് അവരുടെ മൂഡ് അനുസരിച്ചിട്ടാണ് ഓരോ സ്ത്രീകളുടെയും ബൈറ്റ് എടുത്തുള്ളത്. ചിലർ പറയും വരണ്ട കേട്ടോ, ചിലപ്പോൾ നമ്മൾ പകുതി എത്തിയിട്ട് പറയും താല്പര്യമില്ല കേട്ടോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്നാലെന്നൊക്കെ അവരുടെ മൂഡ് പോവുകയൊക്കെ ചെയ്യും. എന്നിരുന്നാലും നമ്മൾ ഒരുപാട് ഓക്കെ ശരി കുഴപ്പമില്ലാന്ന് പറയും. അപ്പൊ ഞാൻ ഓക്കെ ആകുകയാണ് എന്നുള്ളതല്ല, അവർ ഓക്കെ ആകുന്ന സമയത്ത് നമ്മൾ എവിടെ പ്രസന്റ് ആവുക എന്നുള്ളതാണ് കാര്യം. കാരണം ആ സമയത്താണ് എല്ലാം ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞ സ്ത്രീകൾ മൊത്തം നമ്മളോട് ആ സമയത്താണ്, അവർ ഓക്കെ ആവുന്ന സമയത്താണ് കാരണം അവർ ഒരുപാട് ഡിസിഷൻ എടുത്തിട്ടുണ്ടാവും ഇത് അവരെ ലൈഫിനെ ബാധിക്കുമോ. കാരണം അവർ ഒരുപാട് കല്ലേറ് കൊണ്ടവരാണ്, അവർക്ക് പൂമാല കിട്ടിയില്ലല്ലോ. അപ്പൊ ഞാൻ പൂമാലയാണോ കല്ലേറാണോ കൊടുക്കാൻ പോകുന്ന കൺഫ്യൂഷൻ ഉണ്ടാവും. പറയുന്നത് ഒരു വലിയ പ്രശ്നമാണല്ലോ തുറന്നു പറയുന്നത്. അപ്പൊ അത്തരം വാർത്തകള് അതിൽ എന്ന് പറയുന്നത് ഈ വാർത്തകളുടെ ഭാഗമായിട്ട് കുഞ്ഞുങ്ങളെ ശരിക്കും നമ്മൾ പുറത്ത് പറയാൻ പാടില്ല, ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. എങ്കിൽ പോലും ഞാൻ ഈ എഡിറ്റോറിയലിന്റെ മുമ്പിൽ, അതായത് ഈ പറഞ്ഞ എതിർത്ത എഡിറ്റോറിയലിന്റെ മുമ്പിലേക്കും കുഞ്ഞുങ്ങളെ കൊല്ലുന്ന വിഷ്വൽസ്, ഒറിജിനൽ വിഷ്വൽസ് ഞാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർ കണ്ണ് തിരിച്ചു നിന്നിട്ട് ഇനി കാണിക്കണ്ട എന്നുള്ള രീതിയിൽ, മനസ്സിലായോ? എന്നിട്ട് അവർ പറയാണ് പിന്നീട് ഈ 3.5 മണിക്കൂർ പ്രിവ്യൂ കഴിഞ്ഞ്, അതായത് ഈ 30 സ്റ്റോറികളുടെ പ്രിവ്യൂ, ജസ്റ്റിസ് KT തോമസ് ഉൾപ്പെടെ അതിനകത്തുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം വിധി എഴുതിയ ഒരു കേസ് അദ്ദേഹം 1989 ഇത് മാനസിക രോഗത്തിന്റെ ഭാഗമാണ് ഇത് ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് അദ്ദേഹം വിധി എഴുതി. അയാള് ആരുടെയും സൂചന കൊണ്ടൊന്നുമല്ല ചെയ്തത്. അയാള് വിധി എഴുതേണ്ട കേസ് എന്തോ ഒരു ഇന്റൻഷൻ കൊണ്ട് അദ്ദേഹത്തിന്റെ സോളമന്റെ തേനീച്ചകൾ എന്ന പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട് അദ്ദേഹം. ആ ഇന്റൻഷനിൽ അയാൾ നാളെ എഴുതാം, അന്ന് ആ സ്ത്രീയുടെ ഡയറി ഇങ്ങ് എടുത്തുകൊണ്ട് വരൂ, ക്വാർട്ടേഴ്സിലേക്ക് ബംഗ്ലാവിലേക്ക് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് അയാൾ കോടതിയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തത്, നാളെ വിധി എഴുതാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വിധി പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു വാക്ക് അതായത് ആ ഡയറിയിൽ ഒരു വാക്കുണ്ടായിരുന്നു, ഇന്ന് സുകുമാരൻ ഡോക്ടറെ കണ്ടു എന്നുള്ള ആ ഒരൊറ്റ വാക്കിലാണ് ആ വിധി മാറിയത്.
അപ്പോൾ അതായത് പിന്നെ ഡയറി പ്രൊഡ്യൂസ് ചെയ്ത SP പറഞ്ഞിട്ടില്ല, ഡയറി പ്രൊഡ്യൂസ് ചെയ്ത പ്രോസിക്യൂട്ടർ പറഞ്ഞിട്ടില്ല, അഡ്വക്കേറ്റ് പറഞ്ഞിട്ടില്ല, ഇതാരാണ് ഡോക്ടർ എന്ന് ഇവരാരും കണ്ടെത്തില്ല. അപ്പോൾ ഈ ഇദ്ദേഹം പിന്നീട് കോടതിയിൽ വന്നിട്ട് ഈ ഡോക്ടറെ കണ്ടെത്താൻ പറഞ്ഞ് ഡോക്ടർ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ അദ്ദേഹം ഒരു സൈക്യാട്രിസ്റ്റ് ആയിരുന്നേ. മനസ്സിലായോ? അപ്പോ ആ ഉൾപ്പെടെയുള്ള ഇന്റർവ്യൂ അതിനകത്തുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട് നിയമത്തിൽ വലിയ മാറ്റം വരുത്തണം, ഇത് അന്വേഷിക്കുന്ന പോലീസിന് വലിയ ബോധവൽക്കരണം വേണം, സിസ്റ്റത്തിന് വലിയ ബോധവൽക്കരണം വേണം. അത്തരം ശൈലജ ടീച്ചറുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതിനകത്ത്, PK ശ്രീമതി ടീച്ചറുടെ ഇന്റർവ്യൂ ഉണ്ട്. അതായത് ഈ സ്റ്റേറ്റിൽ IMA നമ്മുടെ പിന്നെ അവരുടെ പേര് സുൽഫി നൂഹിന്റെ അവരുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇത്തരം ഇന്റർവ്യൂകളുടെ കാറ്റഗറി സീരീസും കൂടെ ഉൾപ്പെടുത്തി പെരിനാറ്റൽ സൈക്യാട്രിസ്റ്റുകളുടെയും കൂടെ 3 പെരിനാറ്റൽ സൈക്യാട്രിസ്റ്റുകളുടെയും കേരളത്തിലുള്ള അതും കൂടെ ഉൾപ്പെടെ നമ്മൾ പ്രിവ്യൂവിന് വെച്ചിട്ട് ഈ 2 വാർത്താ സംവിധായകർ എന്നേ ഞാൻ പറയുള്ളൂ. കാരണം വാർത്ത സംവിധാനം ചെയ്യുകയാണല്ലോ, നമ്മളൊരു വാർത്ത എടുക്കുക എന്നുള്ളത് പിന്നെ അത് സംവിധാനം ചെയ്യുക എന്നുള്ളത് രണ്ടാണ്. മനസ്സിലായോ? അപ്പൊ ആ സംവിധായകർ പറയാണ് ഇത് എങ്ങനെ വാർത്തയാവും, ഇതൊരു വാർത്തയേ അല്ല, ഇത് ഞങ്ങളുടെ ക്രെഡിബിലിറ്റിയാണ് ബാധിക്കുക. അതായത് അവർ മുതിർന്ന 2 ജേർണലിസ്റ്റുകളാണ്, ഇത് ചെയ്താൽ അവരുടെ ഇങ്ങനെ ഒരു സംഭവം ആളുകൾ പാനിക്കാവുമെന്ന്. അതായത് കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അമ്മമാരുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ പാനിക്കാവും എന്നാണ് അവർ പറഞ്ഞത്. ഇത് കൊടുക്കാൻ പറ്റില്ല, ഒരു കാരണവശാലും കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് എതിർപ്പുന്നയിച്ച് അത്രയും നേരം അത് വലിയ എന്താ പറയുക, പിന്നെ നമ്മൾക്ക് ഊഹിക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മളെ തകർക്കുക എന്നുള്ളത്, വലിയ രീതിയിലുള്ള തകർക്കുക. ഞാൻ ആ ഫേസ്ബുക്കിൽ എഴുതിയ വാക്കുകളൊന്നുമല്ല, അതിന് കൃത്യമായ തെളിവുകളുണ്ട്. അതിൽ മൂർച്ചയേറിയ വാക്കുകൾ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നുവെച്ചാല് എങ്ങനെയാണ് ഒരാളെ തകർക്കുക എന്നുള്ളത്, അത് എനിക്ക് ഒരു സൈക്കോളജി ആയതുകൊണ്ടാണോ? സ്ത്രീ ആയതുകൊണ്ട് ഞാൻ പിന്നീട് ആലോചിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ കേരളത്തിൽ തന്നെ മുതിർന്ന ജേർണലിസ്റ്റുകളോടൊക്കെ ചോദിച്ചു. അപ്പൊ അവര് എന്നോട് പറഞ്ഞത് സ്ത്രീ ആയതുകൊണ്ടല്ല, അത് അസൂയയുടെ ഭാഗമാണെന്ന് എന്നോട് പറഞ്ഞത്. അവർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുള്ള അസൂയയുടെ ഭാഗമായിരിക്കണം എന്നുള്ളത്. സ്ത്രീ ആയതുകൊണ്ട് എന്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട് അതിലൊരു വാർത്താ സംവിധായകൻ. അപ്പൊ അന്ന് അയാൾ എന്നോട് സ്ത്രീ ആയിട്ട് പെരുമാറിയിട്ടില്ല. പിന്നെ ആ കാലം, അതായത് ഞാൻ ഈ ന്യൂസ് എയർ ചെയ്യുന്നവരേക്കും എന്നോട് സ്ത്രീ ആയിട്ട് പെരുമാറിയിട്ടില്ല. അപ്പൊ അത് സ്ത്രീ ആയിട്ടല്ല, അതൊരു ജലസിയുടെ ഭാഗമായിട്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നത്. നേരെ മറിച്ച് അതൊരു ആൺകുട്ടി കൊണ്ടുവന്നിരുന്നെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നോ, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് ഇന്നും അല്ലെങ്കിൽ നാളുകളിലും ഈ കേരളത്തിലെ സ്ത്രീകളുടെ ഉന്നമനവും സുരക്ഷയും സംബന്ധിച്ച വർത്തമാനം ചർച്ചകളും പക്ഷെ നമുക്കറിയാലോ, എല്ലാം ഒരു ഡബിൾ ടോക്കിലാണല്ലോ. ഡബിൾ എന്താ പറയുന്നത്, ഒന്നും വ്യക്തമല്ലാത്ത രീതിയിലല്ലേ പോകുന്നത്. ശരിക്കും ഞാൻ അവരോട് വലിയ പുരോഗമന കുപ്പായവും സ്ത്രീ പക്ഷ നിലപാടുകൾ പറയുകയും ഉള്ളിൽ അങ്ങനെ അല്ലാതെ വെച്ച് പുലർത്തുന്ന പുരുഷന്മാരെയാണ് നമ്മൾ കൂടുതലും കാണുന്നത്, മാധ്യമരംഗത്ത് പ്രത്യേകിച്ചും. ഞാനത് അവരോട് ആ വേദിയിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. നോക്കൂ, ഇത് ഞാൻ എന്റെ കുഞ്ഞിനെ കൊന്ന് ഞാൻ ചെയ്ത സ്റ്റോറി അല്ല, ഇത് അവരുടെ വിത്ത് എവിഡൻസ് ആണ്. കാരണം ഇപ്പം മാം അത് കണ്ടത് ഓൺ എയറിൽ കണ്ടത് മുഖം മറച്ചവരുടേതായിരുന്നില്ലേ, മുഖം മറക്കാത്തവരുടെയാണ് അവർ കണ്ടതെന്നേ. അതായത് അത് ഒറിജിനൽ ആയിരുന്നു, അവർ കണ്ടത് മൊത്തം ഒറിജിനൽ, അതായത് ഒറിജിനൽ വേർഷൻ. നമ്മൾ മുഖം മാസ്ക് ചെയ്തിട്ടാണ് പുറത്തേക്ക് വിട്ടത്. അങ്ങനെ വിട്ടിട്ട് പോലും ഇങ്ങനെ ഒരു സംഭവം ഇല്ല, ഇതിങ്ങനെ കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ കൊടുക്കുക ചെയ്യുന്നില്ല. അവസാനം ചെയർമാൻ എന്ന് പറഞ്ഞ ഒരാൾ അവിടെ തീരുമാനം എടുത്തിട്ട് നിങ്ങളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി തരൂ, ഞാനാണ് ഈ സ്ഥാപനത്തിന്റെ ചെയർമാനാണ് അദ്ദേഹം പറയുന്നത്, അപ്പൊ നമ്മൾ ഷെഡ്യൂൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ ഇവര് പറയാണ് പ്രൈം ടൈമിൽ കൊടുക്കാൻ പറ്റില്ല സാർ, വേണമെങ്കിൽ ഇത് ഒരു അവസാനം 2ാമത്തെ ദിവസം ഇവർക്ക് മനസ്സിലായി ഇത് വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഈ പ്രിവ്യൂ കഴിഞ്ഞ് 2ാം നിര ജേർണലിസ്റ്റുകളിലും കൂടെ കാണണം, അവർ അഭിപ്രായം പറഞ്ഞാലും ഞങ്ങൾ വേണമെങ്കിൽ നോക്കാം ഒരു കൈ എന്നുള്ള രീതിയിലേക്ക് അവർ അഭിപ്രായം സ്വീകരിച്ചു. അപ്പൊ എന്നോട് ചെയർമാൻ പറഞ്ഞു, ഇത് 2ാം നിര ജേർണലിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു ടീമുണ്ട് നമ്മുടെ, അവർ കൂടെ കാണണം എന്നാണ് അവർക്ക് കൂടെ കാണണം എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു. സാധാരണ നമ്മുടെ ഒരു സ്റ്റോറി ചീഫ്, ഞാൻ എഡിറ്ററാണ്, ന്യൂസ് എഡിറ്ററാണ്, എന്റെ സ്റ്റോറി എന്റെ ചീഫ് എഡിറ്റർ കണ്ടാൽ അത് എയർ ചെയ്താൽ പോരെ, 2ാം നിര ജേർണലിസ്റ്റുകളെ വിളിപ്പിക്കുകയാണ് ഇവര്. അപ്പൊ 2ാം നിര ജേർണലിസ്റ്റുകളിൽ ഒരു 10 പേരുണ്ട്. അപ്പോ അവരില് പ്രിവ്യൂ കണ്ടപ്പോഴേ ഞാൻ ഇന്നും ഓർക്കുന്നു, ശ്യാമിലി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, അവള് കരഞ്ഞ് അവളുടെ മൂക്കോ ഒലിപ്പിക്കുന്നതും ഇങ്ങനെ തേങ്ങുന്ന ശബ്ദമേ കേൾക്കുന്നുള്ളൂ, അവൾക്കത് കണ്ടു തീർക്കാൻ പറ്റിയില്ല. അങ്ങനെ പലരും പേര് എടുത്ത് പറയാൻ പറ്റുന്നതും പറ്റാത്തതുമായിട്ടുള്ള പലരും അവർ ഇതെല്ലാം കണ്ടിട്ട് ഇവരോട് പോയി ചോദിക്കും, നിങ്ങൾക്ക് ഇതെങ്ങനെ കൊടുക്കണ്ടെന്ന് പറയാൻ തോന്നിയെന്ന്. അപ്പൊ ഇവര് 3ാമത്തെ ഓപ്ഷൻ കൊണ്ടുവരുന്നുണ്ട് ചെയർമാന്റെ റൂമിലേക്ക്. എന്താണെന്നറിയാമോ, വേണമെങ്കിൽ സാറേ ഈ 30 വെട്ടിക്കൂട്ടി 3 എണ്ണമാക്കി നമുക്ക് വെബിൽ കൊടുക്കാമെന്ന്.
പക്ഷെ എന്തുണ്ട്, ഒരു ഡിമാൻഡ് ഉണ്ട് അവിടെ. ഫൗസിയുടെ ശബ്ദം കൊള്ളില്ല, ഫൗസിയുടെ P2C മാറ്റണം. ഇവിടുത്തെ നല്ല ശബ്ദമുള്ള ശബ്ദമുള്ള പെൺകുട്ടികളുണ്ട്, അവരുടെ വോയിസ് കൊടുക്കാം സർ. അതായിരുന്നു നമുക്ക് മുന്നിൽ ഇഷ്യൂ അല്ല ഇത്രയും വലിയ ഒരു എന്താ പറയുന്നത്, ആ പൊള്ളുന്ന അനുഭവത്തെ കുറിച്ചോ അല്ലെങ്കിൽ അതെങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതല്ല ജേർണലിസ്റ്റ്. അവിടെയാണ് ഞാൻ രണ്ടാമത്തെ വിഷയം. അപ്പോൾ സാറ് അതിന് ഇത് കൊടുത്തു, നമ്മൾ ഷെഡ്യൂൾ ഉണ്ടായി കൊടുത്തു. പ്രൈം ടൈം പറ്റില്ല എന്ന് വാശി പിടിച്ചു. പിന്നെ അവസാനം സാറ് പ്രൈം ടൈം, അതായത് അദ്ദേഹമാണ് ചെയർമാൻ, അയാൾ പറഞ്ഞു പ്രൈം ടൈമിൽ ഞാൻ പറയുന്നത് കൊടുക്കൂ. അപ്പൊ ഇത് വാങ്ങിക്കൊണ്ട്, അതായത് ഈ ഷെഡ്യൂള് പേപ്പറായിട്ടാണ് ഞാൻ സാറ് കൊടുക്കുന്നത് എൻ്റെ മുന്നിൽ. വാങ്ങുമ്പോൾ ഒരു വാർത്താ സംവിധായകന്റെ വിലാപം എങ്ങനെയായിരുന്നു, സാർ എനിക്കിത് ഇപ്പോഴും കൊടുക്കാൻ ഒരാഗ്രഹമില്ല, സാറ് പറഞ്ഞതുകൊണ്ട് ഞാൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞ വാതിൽ തുറന്ന് അടച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇനി 15 ദിവസം 2 സ്റ്റോറി വീതം. പ്രൈം ടൈമിൽ രാവിലെ റിപ്പീറ്റേഷൻ ഉണ്ട്, ഉച്ചയ്ക്ക് ഒരു റിപ്പീറ്റേഷൻ ഉണ്ട്. അപ്പം എത്ര 3 പ്രാവശ്യം പോയി. 6 ഒരേ സ്റ്റോറി 6 പ്രാവശ്യം എല്ലാവർക്കും കാണാം, അങ്ങനെ വെച്ചിട്ട് നോക്കുമ്പോഴും. 3 പ്രാവശ്യം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടിൽ, ഈ കേരളത്തിൽ 140 MLA-മാർ, 20 MP-മാർ, 20 മന്ത്രിമാർ, ഒരു മുഖ്യമന്ത്രി, 2 കേന്ദ്രമന്ത്രിമാർ ഉണ്ടായിരുന്ന നാടാണ്. ആരും ആ ഡിസംബർ 9 മുതൽ 24 വരെ കേരളത്തിൽ നിന്ന് ഒളിച്ചോടിയിട്ടുണ്ടായിരുന്നില്ല. ഒരൊറ്റ ബൈറ്റ്, ഒരൊറ്റ മനുഷ്യനല്ല, ഒരൊറ്റ പ്രതികരണം എടുത്തിട്ടില്ല. വന്നിട്ടില്ല എന്നല്ല, എടുത്തില്ല. അത് ആരുടെ ഉത്തരവാദിത്തമായിരുന്നു? ഈ ചാനലിന്റെ ഉത്തരവാദിത്തമായിരുന്നു. ഈ ചാനലിന്റെ എഡിറ്റോറിയലിന്റെ ഉത്തരവാദിത്തമായിരുന്നു. ഈ ചാനലിന് 14 ജില്ലകളിലും 40ഓളം റിപ്പോർട്ടർമാരും അത്ര തന്നെ ക്യാമറമാരും അതിനാവശ്യമായ ടെക്നിക്കൽ സംവിധാനങ്ങളും വാഹന സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് അല്ല, നമ്മുടെ മാധ്യമങ്ങളിൽ ഇപ്പൊ ഇങ്ങനൊരു വിഷയം വന്നു എന്നുള്ളത് തന്നെ വലിയ അത്ഭുതമാണ്. നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ മാധ്യമം എങ്ങനെയാണ്, മാധ്യമങ്ങളിലെ ചർച്ചകൾ, അതിന്റെ കണ്ടന്റ് എന്താണ് എന്നൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ. അതിനിടയിൽ ഇത്തരം ഒരു വിഷയം വന്നു എന്നുള്ളതും, അത് അറ്റ്ലീസ്റ്റ് ഇന്ത്യയിൽ ഏറ്റവും വലിയ ഒരു അവാർഡ് വന്നതുകൊണ്ട് തന്നെ അത് ചർച്ച ചെയ്യപ്പെടുമെന്ന് വിശ്വസിക്കണം. അങ്ങനെയാണ് അത് നമ്മൾ ഇങ്ങനെ വിഭാവനം ചെയ്തത്. അതായത് 30 സ്റ്റോറിയിലേക്ക് തന്നെ വിഭാവനം ചെയ്തത് ഈ കേരളം മൊത്തം. അതായത് ന്യൂസ് മലയാളം എന്നുള്ള ചാനലിന്റെ ലോഞ്ചിങ്ങിന്റെ ഭാഗമായിട്ട് ന്യൂസ് മലയാളം എന്നുള്ള ചാനൽ ജനങ്ങളുടെ മനസ്സിൽ പതിപ്പിക്കുന്നതിന്റെ ഭാഗം കൂടിയായിരുന്നത്. കാരണം ഇതുപോലെ ഒരു ക്രൂഷ്യലായിട്ട് ആരും തൊടാത്തൊരു വിഷയം നമ്മൾ ചെയ്യുമ്പോൾ സ്ത്രീകൾ ഉണരും, സ്ത്രീകൾ സ്വയം ബോധം വരും, സ്വയം ബോധ്യം വരും. കാരണം എനിക്കെന്തോ അസുഖമുണ്ട്, ചികിത്സ വേണമെന്ന് സ്വയം ആവശ്യപ്പെടുന്ന ഒരു കാലത്ത് നമ്മൾ തിരികെ വരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വിഭാവനം ചെയ്തത് കോളേജ് തലം മുതൽ, കോളേജുകളിൽ, അതുപോലെ ക്യാമ്പസ്, ഈ മറ്റു സ്കൂൾ തലം മുതൽ, റോഡുകളിൽ, പൊതുനിരത്തുകളിൽ മാത്രമല്ല ബീച്ചുകളിൽ, അങ്ങനെ ആളുകളും പെൺകുട്ടികളും അമ്മമാരും എവിടെയൊക്കെ ഉണ്ടോ അവിടങ്ങളിലൊക്കെ എത്തി നമ്മൾ അവരുടെയൊക്കെ ബൈറ്റുകൾ എടുക്കണം. പിന്നെ നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രതികരണമാണ്. ഈ സ്ത്രീകളുടെ കേസുകൾ നമ്മൾ ഒന്നും കൂടെ ആലോചിക്കും എന്ന് ഒരു വാക്ക്, അത്തരം ഒരു ഇഫക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇമ്പാക്ട് എടുക്കണ്ടേ? ശരിയാ, എടുക്കണ്ടേ? അതാരുടെ ഡ്യൂട്ടി ആയിരുന്നു? അത് ഇപ്പൊ ഞാൻ ഇന്ത്യ ഏഷ്യാനെറ്റിലും ജോലി ചെയ്തതല്ലേ. നമ്മൾ ഇവിടെ നിന്ന് ഒരു വാർത്ത ചെയ്തു, അതിന്റെ മറ്റേ ബൈറ്റ് അവിടുന്ന് അപ്പുറത്തെ ബ്യൂറോയിൽ റിപ്പോർട്ടറല്ലേ എടുക്കേണ്ടത്? ഞാനാണോ പോയി എടുക്കുക? അത് അവിടുത്തെ എഡിറ്റോറിയലല്ലേ പറയുന്ന ഒരാളെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം വരുന്നുണ്ട്, പ്രതിപക്ഷ നേതാവിന്റെ ബൈറ്റ് എടുക്കൂ, അപ്പുറത്തെ എടുക്കൂ. ഇത് നമുക്ക് എത്രയോ കാലമായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ? കാസർഗോഡ് ജോലി ചെയ്യുമ്പോൾ കാസർഗോഡ് നടന്നൊരു സംഭവത്തിൽ തിരുവനന്തപുരത്ത് നമ്മൾ പ്രതികരണം എടുക്കുന്നില്ലേ? അറ്റ് എ സ്പോട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ ഈ 15 ദിവസം ചെയ്തില്ല എന്ന് ഞാൻ പറയുന്നത്. 15 ദിവസം ഇത്രയും ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ ചവിട്ടി മെതിക്കാൻ പറ്റുമോ അങ്ങനെ ചവിട്ടി മെതിച്ചു എന്നുള്ളതാണ്. പക്ഷെ എന്ത് ചെയ്തെന്ന് വെച്ചാല് അതിനായിരുന്നു പിന്നീട് വനിതാ കമ്മീഷൻ അവാർഡ് തന്നത്, സ്റ്റേറ്റ് ഗവൺമെന്റ് അവാർഡ് തന്നത്, പിന്നെ ഏഷ്യാനെറ്റിലെ പ്രൊഡ്യൂസർ ആയിരുന്ന ശോഭാ ശേഖറിന്റെ പേരിലുള്ള അവാർഡ് കിട്ടിയത്, ഇപ്പൊ ഗോയങ്ക അവാർഡും. ഇനി ഇതൊക്കെയാണെങ്കിലും ഏറ്റവും ശ്രദ്ധിക്കേണ്ട വേറൊരു വിഷയം എന്ന് വെച്ചാൽ ഇതൊക്കെയാണെങ്കിലും വാർത്ത എന്ന് പറയുന്ന സാധനം ഇതേക്കുറിച്ച് അവർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ബാക്കി എല്ലാത്തിലും വന്നു, പത്രങ്ങളിൽ ബാക്കി എല്ലാത്തിലും വന്നു കൊടുക്കില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട് ഒരാളുടെ അടുത്ത്, ഇതിലൊരു വാർത്താ സമയം ആള് മാത്രമേ വിളിക്കാതിരുന്നുള്ളൂ. അപ്പൊ ഞാൻ 2-3 ദിവസം വിളിച്ചിട്ടൊന്നും ഫോൺ എടുത്തില്ല. അപ്പൊ പിന്നെ 4-5 ദിവസം കഴിഞ്ഞിട്ടും ഫോൺ വിളിച്ചപ്പോൾ ചോദിച്ചു, നിങ്ങൾ മാത്രമേ അവർ വിളിച്ചൊരു കൺഗ്രാറ്റ്സ് അയക്കുന്നുള്ളൂ, അതിലിപ്പോൾ എന്താ കൺഗ്രാറ്റ്സ് പറയാനുള്ളതെന്ന് വെച്ചാൽ ഫോൺ
അപ്പൊ അതൊരു ആറ്റിറ്റ്യൂഡാണ്, അതായത് ഒരു വ്യക്തിയോടുള്ള ആറ്റിറ്റ്യൂഡാണ്, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയോടുള്ള ആറ്റിറ്റ്യൂഡ്. ഞങ്ങൾ പറഞ്ഞതിനപ്പുറം നീ കടന്നുപോയി ഇത്രയും നേടിയതിലുള്ള തന്നെയാണല്ലോ ശരിക്കും മാധ്യമരംഗത്ത് ഓരോ സ്ത്രീയും എനിക്ക് തോന്നുന്നു ഇന്ന് വരെ കടന്നു വന്ന എല്ലാ സ്ത്രീകളും ഈ ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. നമ്മൾ ചെയ്തതിനെ നമ്മൾ തന്നെ വിളിച്ചു കൂവി. പക്ഷെ എനിക്കിത് ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ. ഞാൻ അത്രയും വർഷം മാധ്യമ പ്രവർത്തനം ഇപ്പൊ ഇന്ത്യ വിഷനിലാണെങ്കിലും ഏഷ്യാനെറ്റിലാണെങ്കിലും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ഈ 30 സ്റ്റോറി കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവില്ല. ഇനി ഈ 30 സ്റ്റോറിയുടെ അവസാനമാണ് അവർ കണ്ടത്, ആദ്യം കണ്ടില്ല. അതൊക്കെയാണ് അവരുടെ പ്രശ്നം. ഞങ്ങൾ ആദ്യം കണ്ടിരുന്നെങ്കിൽ ഞങ്ങൾ ഭയങ്കര സംഭവമാക്കുമായിരുന്നു എന്നുള്ള രീതിയിലേക്കാണ്. ഇതൊരു വലിയ സക്സസ്ഫുൾ തലത്തിൽ എത്തി എന്നുള്ളത് വലിയ ഇതാണ്. ശരിക്കും ഫാമിലി എങ്ങനെയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഫാമിലി പത്രപ്രവർത്തനത്തിൽ നിൽക്കുന്നതിന് ഇല്ല, അവര് കൺസർവേറ്റീവ്സ് ആണ്. പക്ഷെ നമ്മുടെ സ്വപ്നങ്ങൾക്കൊന്നും എതിരല്ലായിരുന്നു. പഠിക്കാൻ പോകുന്നതിന് ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ലായിരുന്നു. കാരണം ജേർണലിസം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ പ്രവർത്തനമായിട്ട് തന്നെ അവർ കണക്കാക്കിയിട്ടുള്ളൂ. ഞാൻ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. ആ രാഷ്ട്രീയം അത് നമ്മുടെ രാഷ്ട്രീയം എന്താണോ അത് തന്നെയാണ് മാധ്യമ പ്രവർത്തനം. അതായത് ഒരു സൊസൈറ്റിക്ക് വേണ്ടതേ ചെയ്യുന്നുള്ളൂ. അതായത് മറ്റാർക്കും ചെയ്യാൻ കഴിയില്ലല്ലോ, എല്ലാവരും ഒന്നും മാധ്യമ പ്രവർത്തനത്തിലേക്ക് എത്തൂല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവരൊരിക്കലും തടസ്സം പറഞ്ഞിട്ടില്ല. ഈവൻ ഇപ്പോൾ എനിക്ക് ഒന്ന് പാനിക്കായിരുന്നത് എന്ന് പറയുന്നത് കാസർഗോഡ് വെച്ചിട്ട് പോലീസിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പോലീസിന്റെ ബസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ദുരുപയോഗത്തെ കുറിച്ച്. അപ്പോൾ പോലീസുമായിട്ടുള്ള ഒരു അക്രമം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് പേടിച്ചിരുന്നു. അപ്പോഴും എന്നോട് വേണോ അത് നിർത്തണോ എന്നൊന്നും ചോദിച്ചിട്ടില്ല. നമ്മൾ എങ്ങനെയായാലും എവിടെയാണെങ്കിലും നന്നായി ജോലി അത് സൊസൈറ്റിക്ക് ഉപകരിക്കുക എന്നുള്ളതുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ തിരിച്ച് ഇങ്ങനെ ഇത്ര ഒരു വലിയ വാർത്ത ചെയ്യുമ്പോഴും ഈ സൊസൈറ്റിക്ക് ഉപകരിക്കാൻ പറ്റിയെന്നുള്ളത് തന്നെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഇത് രജിസ്റ്റർ ചെയ്യപ്പെടും. ഇന്നിപ്പോ ഞാൻ ഇങ്ങനെ അത് എന്റെ കാരണം കൊണ്ടല്ല, ഞാൻ എന്റെ മാക്സിമം എഫേർട്ട് ഇട്ട്. കാരണം നമ്മൾ അതിനകത്ത് മെന്റലി ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പൊ ഈ വിഷ്വൽ കാണുന്നപ്പോ മാം പറയുന്നുണ്ട് മാം ഒത്തിരി സഫർ ചെയ്തു അതിനകത്ത് നിന്ന്. പക്ഷെ അത് ഫുൾ ടൈം കണ്ടുകൊണ്ട് എഡിറ്റ് ചെയ്ത് ഞങ്ങള് കണ്ടുകൊണ്ട് എഡിറ്റ് ചെയ്യുക മാത്രമല്ല അവരെ നേരിൽ പോയി കാണുകയും ഇപ്പോഴും ഒന്ന് പാതിരാത്രി ആകുമ്പോ ഫോൺ സൈലന്റിൽ വെക്കില്ല, ആരെങ്കിലും ഒരാൾ വിളിക്കും. ഈവൻ ചിലരൊക്കെ മരുന്ന് കഴിഞ്ഞിട്ട് ആ മരുന്ന് കഴിഞ്ഞു എന്ന് പറയാനൊക്കെ ആയിരിക്കും വിളിക്കുക. കാരണം അവർക്ക് ചിലപ്പോൾ ആരും സഹായിക്കാനില്ലാത്തവരൊക്കെ ആയിരിക്കും. മറ്റാരോടും പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ. ചിലർക്ക് സെക്ഷൽ അബ്യൂസീവായിട്ടുള്ള കുറേ ആളുകളുണ്ട്. കാരണം ഈ പറഞ്ഞ ഹാലൂസേഷനിൽ കടന്നു പോകുന്നവരെ അതൊരു വലിയ സംഭവമാണ്. അവർ സെക്ഷുവലിയും അബ്യൂസ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അവർക്ക് അറിയില്ല ആ സമയത്ത് ആരാണ് അവരെ ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് പോലും. അങ്ങനെ ചെയ്ത ഒരാൾ പിന്നീട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരാൾ വന്നിട്ട് ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ബസ് കത്തിക്കുമ്പോൾ എന്നെ ഓർമ്മയുണ്ടോ എന്ന് വന്ന് ചോദിച്ചിട്ടുണ്ട് പോലും. അപ്പോൾ ഇവർക്ക് മുഖം ഓർമ്മയുണ്ട്, പക്ഷെ അത് എവിടെയും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ സ്റ്റക്കായി നിന്ന് കേട്ടൊരു സംഭവമാണത്. അപ്പോൾ ഞാൻ ഇന്ന ആളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവൾ ആ ഓർമ്മകൾ വീണ്ടും റിട്രീവ് ചെയ്യുന്നുണ്ട്. അതായത് ഇയാളുമായിട്ട് ഇന്റർകോഴ്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവൾ പറയുന്നത്. അത് എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് ഇന്നും ഓർത്തെടുക്കാൻ പറ്റില്ല. പക്ഷെ ആ സംഭവം അയാൾ പറഞ്ഞു, മനസ്സിലായി. അതിന് റീസൺ എന്തായിരുന്നു എന്നും കൂടെ പറയാം. അത് ബിഹൈൻഡ് ദ റീസൺ, അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് അത് അവരെ ഭർത്താവ് ചെയ്യിപ്പിച്ചതാണ്. ഭർത്താവ് അത് വീഡിയോയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവരെ ഡിവോഴ്സ് ചെയ്യാണ് പോലും ചെയ്തത്. ഇവർക്ക് ഓർമ്മയില്ല, ഇവര് ഓർമ്മയില്ലാത്ത അവസ്ഥ. അപ്പോൾ ഇവരെ ഡിവോഴ്സ് ചെയ്യണം. അപ്പോൾ അതുപോലെ നീചമായി ചിന്തിക്കുന്ന ഒരു സൊസൈറ്റി കൂടിയാണ് ഈ സ്ത്രീകളോട് ഇങ്ങനെ ബിഹേവ് ചെയ്തത്. അപ്പോൾ പിന്നെ അവർ കുഞ്ഞുങ്ങളെയല്ല എന്ത് ചെയ്യും എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. കാരണം ആ ട്രോമ എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്. അതിഭീകരം എന്ന് പറയുന്നത് എനിക്ക് ഒരാൾ പറഞ്ഞ് കരഞ്ഞത് ഇന്നും അവർ പറയും, മകൻ മരിച്ചതിനേക്കാൾ കൂടുതൽ വിഷമം അവർക്ക് ഇപ്പോഴും, അതായത് ആ കുട്ടി മരിച്ചതിനേക്കാൾ വലിയ വിഷമം അനുഭവിക്കുന്നത് വെച്ചാൽ ഇങ്ങനെ ഇന്റർകോഴ്സ് ചെയ്തിട്ട് എണീറ്റ് പോയത് അറിയില്ല. അവരോട് ആ ഇന്റർകോഴ്സ് ചെയ്യാൻ പാടില്ലാത്ത ഒരാളാണ് ചെയ്തത് എന്നുള്ളത് ഒരിക്കൽ പോലും. പക്ഷെ പിന്നീട് അവരെ കൂടെ ജീവിക്കാനോ അവരെ മുഖത്ത് ജീവിക്കാൻ ഒന്നും നോക്കാനൊന്നും കഴിയില്ല. പക്ഷെ എന്താ പറയുക, ഈ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരോ അല്ലെങ്കിൽ ബാധ്യസ്ഥരോ ആണ്. കാരണം ഇനി ഇവർ വേറെ ആരെങ്കിലും കൊന്നാലും വേറെ പേര് വരും. കാരണം ഓൾറെഡി ഒരു കേസിന്റെ പുറത്താണ് നിൽക്കുന്നത്. മനസ്സിലായി. അത് വെച്ചാൽ അത് നോർമൽ മൈൻഡിലല്ല കൊന്നതെങ്കിൽ ഇതിൽ നോർമൽ മൈൻഡിൽ കൊല്ലാനുള്ള പ്രേരണയാണ് ഈ മനുഷ്യനോട്. ഒന്ന് ആലോചിച്ച് നോക്ക്, ബോധമില്ലാത്തൊരു മനുഷ്യനെ സെക്ഷലി അബ്യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെ, അത് കുടുംബത്തിനകത്ത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ
ഒക്കെ ഈ അസുഖവുമായി ബന്ധപ്പെട്ട സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഈ ട്രോമ എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞു, കുട്ടിക്കാലത്തെ ട്രോമയും അവിടെ ജൂറി പരീക്ഷിച്ചു നോക്കി എന്ന് പറയുന്നത്, കുട്ടിക്കാലത്ത് എന്തെങ്കിലും ട്രോമ സംഭവിച്ചവർക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഓക്കെ. കാരണം നമ്മൾ പിന്നെ ഗർഭിണിയായിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ കൂടുതൽ എന്താ പറയാ, അങ്ങനെ പറയൂലേ, നമ്മളെപ്പോഴും ലോലമായിട്ടിരിക്കും ചിന്തകളൊക്കെ. അപ്പൊ ചിലപ്പോ ആക്ച്വലി നന്നായി പറഞ്ഞിരുന്നവർക്ക് ചിറകൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിരിക്കേണ്ട സമയമായിരിക്കും, ഫിസിക്കൽ റെസ്റ്റ് വേണ്ട സമയമായിരിക്കും. അപ്പൊ കുറെ കൂടെ ഓർമ്മകൾ തിരിച്ചു വരുന്നുണ്ടാകുമോ എനിക്കറിയില്ല. അതൊക്കെ ആ സമയങ്ങളിൽ ഡോക്ടേഴ്സ് പറയുന്നവരാണ്, പറയേണ്ട വിഷയമാണ്. പക്ഷെ അവർ പറഞ്ഞിരിക്കുന്നത്, അവരുടെ പഠനങ്ങൾ പറഞ്ഞിരിക്കുന്നതും ആ കുട്ടിക്കാലത്തുണ്ടായ ട്രോമ പോലും മേ ബി ഇതിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ ആ ട്രോമകളൊന്നും പിന്നെ തിരിച്ചു വരാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഒരു കുടുംബത്തിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത്. അവിടെയാണ് കുടുംബം എന്നുള്ള വാക്കേ ഉപയോഗിക്കാവുള്ളൂ. പക്ഷെ അത് എത്രത്തോളം സാധ്യമാണ്? അതിൽ ഈ ബോധവൽക്കരണം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞില്ലേ, സ്ത്രീകൾക്കല്ല ബോധവൽക്കരണം. ഇപ്പോൾ പെരിനാറ്റൽ സൈക്കോസിന്റെ ഹെഡായിട്ടുള്ള പിന്നെ നിംഹാൻസിലെ പ്രഭാ ചന്ദ്രയുണ്ട്. അവർ പോലും പറയുന്നത് വെച്ചാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ബോധവൽക്കരണം വേണ്ടത് ആർക്കാണെന്ന് അറിയാമോ? പുരുഷന്മാർക്കാണ്. അതെ. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം, മാമന് അറിയാത്തൊരു വിഷയം. ഇത് കപ്പിൾ ഡിസീസ് ആണ്. ഓക്കെ. അതായത് സ്ത്രീകൾക്ക് മാത്രം വരുന്ന അസുഖമല്ല, പുരുഷന്മാർക്കും വരും. വന്ന ചരിത്രമുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. അതായത് ബംഗളൂരു നിംഹാൻസിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നവരുണ്ട്. രണ്ടുപേരും ഒരുമിച്ചായിരിക്കോ വരുന്നത്? ഒരുമിച്ചാണ് ട്രീറ്റ്മെന്റ് ചെയ്യുക. അങ്ങനെയല്ല, ഇപ്പം ഭാര്യയ്ക്ക് വരുന്നില്ല, ഭർത്താവിന് വരും. അങ്ങനെ വരും, സാധ്യതയുണ്ട്. കാരണം ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടറൊക്കെ നമ്മളോട് ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ തിരുവല്ലം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാള് അതിന്റെ കുഞ്ഞിന്റെ നൂലുകെട്ടിന്റെ അന്ന് കുഞ്ഞിനെ തിരുവല്ലം പുഴയിൽ എറിഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നു, ആറ്റിലെറിഞ്ഞ. ഓർമ്മയുണ്ടോ മാഡത്തിന്? അറിയില്ല. ആ സമയത്ത് ഇവൻ പറയുന്നുണ്ട്, കുട്ടീനെ എവിടെ വെച്ച് ഓർമ്മയില്ല, കോവളത്താണ് കൊണ്ടിട്ടത്, മറ്റേ വേറെ എവിടെ കുളത്തിലാണ് കൊണ്ട്. ഈ പോലീസ് അങ്ങോട്ട് പോകും, പോലീസ് ഇങ്ങോട്ട് പോകും. അങ്ങനെ ഒരു പാതിരാത്രി വരെ ഈ കുഞ്ഞിനെ തെരഞ്ഞ് പോലീസ് പോയിട്ടുണ്ട്. അവസാനം ഈ തിരുവല്ലത്തെ പുഴയിൽ നിന്നാണ് കുഞ്ഞിന്റെ ബോഡി കിട്ടുന്നത്, ഫയർഫോഴ്സ്. അപ്പോൾ ആ ഭാഗത്ത് ഇവനെ കണ്ടു എന്ന് പറഞ്ഞ ഒരാളാണ് അവിടെ വെച്ചിട്ട് കണ്ടിരുന്നു എന്നുള്ളത് സന്ധ്യാസമയത്ത്. ഈ ഭാര്യന്റെ അടുത്ത് നിന്നാണ് കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ഈ ചെയ്തത്. പക്ഷെ അവനെ ഞാൻ ഏറ്റവും കൂടുതൽ ട്രേസ് ചെയ്തിരിക്കുന്നത് ഞാൻ അവനെയാണ്. കാരണം അവൻ മാധ്യമങ്ങൾക്ക് എന്ന് പറയുന്ന സംഭവത്തിൽ മുന്നിലേക്ക് വരില്ല. അവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. കാരണം അതുപോലെ മുങ്ങി നടക്കുന്ന ഒരു തന്നെയായിരുന്നു. ഒരുപാട് ട്രൈ ചെയ്തിട്ടാണ് നമുക്ക് പോലീസ് കേസിലാണ്, അത് ജാമ്യത്തിലാണ് ഇപ്പോ. അപ്പൊ ഞാൻ വിളിക്കുമ്പോഴൊക്കെ ആൾക്ക് ഭയങ്കര പേടിയാണ്. കാരണം അന്ന് 22 വയസ്സേ ഉണ്ടായിരുന്നുള്ളേ. അപ്പൊ അയാളെ നമ്മള് ഡോക്ടേഴ്സ് ഇല്ല അതാ പറഞ്ഞത്. അതുകൊണ്ട് അവിടെയാണ് ഈ കേസിന്റെ പ്രശ്നം കിടക്കുന്നത് ഇപ്പോഴും. ഞാൻ പറഞ്ഞില്ലേ, സൈക്യാട്രിക് ഇവാലുവേഷൻ നടത്തിയില്ല. ഇവൻ പറയുന്നത് നുണയാണ്, ഇവൻ പോലീസിനെ പറ്റിക്കുകയാണെന്നുള്ള രീതിയിലാണ് പോലീസ് അതിനെ എഴുതി ചേർത്തത്. പിന്നീട് ഇത് അന്വേഷിച്ച CIA, അതായത് അദ്ദേഹം റിട്ടയർ ചെയ്തു, പിന്നെ അദ്ദേഹത്തെ പോയി ചോദിച്ചപ്പോഴും പറയുന്നത് അവരുടെ അമ്മയ്ക്കും സൈക്യാട്രിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. കുട്ടിക്കാലത്തും അവന് അത്യാവശ്യം നല്ല ട്രോമയിലൊക്കെ പെട്ടിട്ട് തന്നെയാണ് അവിടെ നിന്ന് എണീറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കല്യാണം കഴിച്ചിരിക്കുന്ന ആൾ എന്ന് പറയുന്നത് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട അവനേക്കാൾ പ്രായം കൂടിയ ഒരു സ്ത്രീയാണ്, ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ ഇങ്ങോട്ട് വീട്ടിലേക്ക് കയറ്റില്ല, തിരുവല്ലത്തെ വീട്ടിലേക്ക്. അമ്മ കൊന്നു കളയുന്നു പറഞ്ഞു ഇവനെ, അവളെയും കൊന്നു കളയുന്നു പറഞ്ഞു. അമ്മയ്ക്ക് ഇച്ചിരി സൈക്യാട്രിക് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ അമ്മ കൊന്നു കളയുന്നു, കുട്ടി ഇവനും പേടിച്ച്. അപ്പോൾ എന്നാലും ഈ 40 ദിവസം പ്രായമായ കുട്ടിക്ക് അതുവരേക്കും ഈ തൈക്കാട് ഹോസ്പിറ്റലിലുള്ള ചികിത്സ, അതിൻ്റെ ആഹാരം, ഇവളെ ചികിത്സ എല്ലാം നടത്തിയത് ഇവനാ. പൊന്നുപോലെ നോക്കി, രാവിലെയും വൈകിട്ടും പണി കഴിഞ്ഞിട്ടുള്ള പൈസയും കൊണ്ട് കൊടുക്കും. അങ്ങനെ നോക്കിയിട്ട് അവസാനം എന്ത് ചെയ്തു, അമ്മേൻ്റെ മനസ്സ് കുഞ്ഞിനെ കണ്ടാലെങ്കിലും മാറുമെന്ന് വിചാരിച്ചിട്ടാണ് പോലും കൊണ്ടുപോയത്. പക്ഷെ അവൻ അവിടേക്ക് എത്താനുള്ള ആദ്യം കൂടി പോയി, ടെൻഷൻ പോയി. പിന്നീട് അവനൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്നാണ് അവൻ പറയുന്നത്. കാരണം നമ്മളിങ്ങനെ ബൈറ്റ് എടുക്കുമ്പോഴും എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ കണ്ണീര് വന്ന് വീഴുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്ക്. പക്ഷെ പോലീസ് പറഞ്ഞ സൈക്കാട്രിക് ഇവാലുവേഷൻ നടത്തിയില്ല. അപ്പൊ ആ കേസ് ഇനി സൈക്കാട്രിക് ഇവാലുവേഷൻ നിലനിൽക്കുമോ എന്നുള്ളത് അറിയില്ല. ഉറക്കം ഉണ്ടായിരുന്നില്ല അവൻ പറയുന്നത് ഇവള് ഗർഭിണിയാണെന്ന് അറിഞ്ഞത് മുതൽ ഇവന് ആദ്യമായിപ്പോയി. കാരണം അമ്മ അറിഞ്ഞ എന്ത് ചെയ്യും? അപ്പോൾ പിന്നെ നമ്മൾ ഇതിന്റെ ഈ കേസിന്റെ സ്റ്റോറികൾ ഡോക്ടേഴ്സിനൊക്കെ കാണിച്ച് ഇവാലുവേഷൻ നടത്താൻ പറയും. അത് വരും, കപ്പിൾ ഡിസീസ് ആണ്. നമ്മളല്ലത് പ്രസ്താവിക്കേണ്ടത്, ഇനി കോടതിക്ക് അത് പറ്റുള്ളൂ. അപ്പോൾ കപ്പിൾ ഡിസീസ് നമ്മൾ അറിഞ്ഞിരിക്കാൻ പറയുന്നതാണ്. ഇത് പെണ്ണുങ്ങൾക്ക് മാത്രം വരുന്ന അസുഖമല്ല,
ആണുങ്ങൾക്കും കൂടെ ബാധകമാണ്. അതെങ്ങനെയാ വരുന്നത്? കുഞ്ഞ് വന്നതിന് ഇവരുടെ സ്ട്രെസ് ഉണ്ടാവും. ഈ കുഞ്ഞിന്റെ ഭാവി, കുഞ്ഞിന്റെ ചെലവ്, ഈ പിന്നെ ഇവരുടെ പഠനം, ഇതെല്ലാം ഓർക്കും. ഇവരുടെ പ്രസവ ചെലവ്, കുറെ കാര്യങ്ങളുണ്ട്. കുഞ്ഞിനെ വളർത്തുന്നത് എങ്ങനെയാണ്. ഇതേ കാലത്ത് എനിക്ക് തോന്നുന്നു ന്യൂക്ലിയർ ഫാമിലിയിൽ ന്യൂക്ലിയർ ഫാമിലിക്ക് അതിനകത്ത് വരുന്നതായിരിക്കും ഇത്രയും ഒരു സ്ട്രെസ് വരുന്നത്. അപ്പൊ ഈ നിലവില് അവിടെ, അതായത് നിംഹാൻസിൽ അഡ്മിറ്റ് ആയവരുടെ 50%, 100% ആളുകൾ എന്ന് എടുത്തോ, അതിൽ 50% ആളുകളുടെയും കപ്പിൾസിനെയും കൂടി ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടെന്നേ. ഓക്കെ. അപ്പോൾ ഇവരൊക്കെ ചിലപ്പോ ഈ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ഓക്കെ. നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതും ഇവരെ ഇങ്ങനെ പിന്നെ കുഞ്ഞിനെ അമ്മയും കൂടി അല്ലെങ്കിൽ കപ്പിളായിട്ടാണ് ശരിക്കും ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്, എങ്കിലേ അതിന് റിസൾട്ട് ഉള്ളൂ. അപ്പൊ കാരണം ഈ ഒരു ഫാമിലി മൊത്തം, അതിനാണ് സ്റ്റേറ്റ് വേണമെന്ന് ഞാൻ പറയുന്നത്. സ്റ്റേറ്റ് മുഴുവൻ അവെയർ ആയിരിക്കണം. നമ്മളിപ്പോ ഒരു ഗർഭിണിയാണ്, അതിനെ നന്നായിട്ട് സന്തോഷിക്കും, നമ്മൾ ആഘോഷങ്ങളൊക്കെ നന്നായിട്ട് നടക്കും. അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഈ ഗർഭിണി ആലോചിക്കില്ലേ? അത് ടെൻഷൻ അല്ലേ? ഈ ടെൻഷൻ എന്ന് പറയുന്ന ഒരു നൂൽപ്പാലം വന്ന് ആ സമയത്ത് ഇതൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ മതി, ഇവരുടെ മാനസിക നില മാറും. അത് ഇവർ ആലോചിക്കുന്നില്ലെന്നേ. അതായത് ഇപ്പൊ നമ്മൾ പറയും സോഷ്യൽ മീഡിയയിലുള്ളതിന് എല്ലാത്തിൻ്റെയും പിന്നാലെ പോകരുത്. അപ്പൊ ഈ പറഞ്ഞ ബേബി ഷവർ ആണെങ്കിലും പിന്നെ പ്രഗ്നൻസി ഷൂട്ടൊക്കെ ആണെങ്കിലും, അയ്യോ അവരത് നന്നായി നടത്തി, അതായത് അവര് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ കണ്ടിട്ടായിരിക്കുമല്ലോ അതുപോലെ നടത്തണം. അതുപോലെ നടത്താൻ കഴിയാത്ത വിഷമത്തിലൊക്കെ ഇത് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഈ പറഞ്ഞ റിപ്പോർട്ട്സ് ഇന്നും പെർനാറ്റൽ സൈക്കോസിസ് എന്ന് പറഞ്ഞ് ഈ കേരളത്തിൽ എവിടെയെങ്കിലും ചികിത്സിക്കുന്നുണ്ടോ എന്നുള്ളതും എനിക്ക് സംശയമുണ്ട്. ആ അസുഖത്തിന് നമ്മൾ സാധാരണ ഇപ്പോഴും കാണുന്നത് സൈക്കാട്രിസ്റ്റിന് ഉറക്കമില്ല, അപ്പൊ ആ ഉറക്കമില്ലായ്മയ്ക്ക് ഒരു മരുന്ന്, അങ്ങനെയൊക്കെ ആയിരിക്കാം എന്നുള്ളതാണ് പല ലെയറുള്ള ഒരു വലിയ പ്രശ്നമാണ്. ഏതായാലും ഫൗസിയ, ഞാൻ കുറേ സമയം നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ഞാൻ ഒരുപാട് അഭിമുഖങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇത്രത്തോളം നേരത്തെ ഞാൻ പറഞ്ഞ ഫൗസിയുടെ ഈ പരിപാടി കണ്ടപ്പോഴുണ്ടായ പൊള്ളൽ, അതിനെക്കാട്ടിയും ആഴത്തിൽ ഉള്ള ഒരു നൊമ്പരമോ നോവോ അല്ലെങ്കിൽ ഒരു ആകുലതയോ ആണ് ഈ അഭിമുഖം എനിക്ക് നൽകിയിരിക്കുന്നത്. ഏതായാലും ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഒരു ചെറിയ പ്രശ്നമല്ല. പുതിയ കാലത്ത് വളരെയേറെ എനിക്ക് തോന്നുന്നു ഇനി ഇത് കൂടാനാണ് ഉള്ള സാഹചര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം നമ്മൾ ഓരോ പ്രഗ്നൻ്റ് ആയ സ്ത്രീയെയും പരിചരിക്കാൻ എത്തുന്ന അല്ലെങ്കിൽ പരിചരണത്തിന് വരുന്ന ഓരോരുത്തർക്കും ഇത്തരം ഒരു കെയർ കൊടുക്കാനുള്ള രീതിയിൽ നമ്മുടെ നിയമം മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒപ്പം ഇത്തരം ഏറ്റവും അവസാനമായിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയെന്ന് വെച്ചാൽ, ഈ ആളുകൾക്ക് എന്തെങ്കിലും, അതായത് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സ്ട്രെസ് തോന്നിയാൽ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെയോ സഹായം തേടരുത്, ഡോക്ടറുടെ സഹായം തേടണം. ഡോക്ടർ പറയുന്ന കാലം അത്രയും മരുന്ന് എടുക്കണം, മരുന്ന് നിർത്തരുത്. മരുന്ന്, അതായത് അതില് അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, കൂട്ടുകാരെന്ത് വിചാരിക്കും, സൊസൈറ്റി എന്നുള്ള വിചാരം നമ്മുടെ മാനസിക രോഗ ചികിത്സയ്ക്ക് മരുന്ന് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ കുറവായിട്ടാണ് നമ്മുടെ സമൂഹം ഇപ്പോഴും കാണുന്നത്. വലിയ അത് കാരണം നശിച്ചു പോകുന്ന കുടുംബങ്ങള്, ബന്ധങ്ങള്, സമൂഹം തന്നെ അതിനകത്ത് വരുന്നു. അപ്പം അതിനെല്ലാം ഒരു മാറ്റം വരണം ശരിക്കും. ഏതായാലും ഈ വിഷയത്തെക്കുറിച്ച് ചെയ്ത ഈ വർക്കിന് കിട്ടിയതിനകത്ത് രാംനാഥ് ഗോയങ്ക അവാർഡിനുള്ള അഭിനന്ദനവും സന്തോഷം അറിയിക്കുന്നതിനൊപ്പം തന്നെ ഇനിയും സമൂഹത്തെ വേണ്ടിയിട്ടുള്ള യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക്, ഇതൊക്കെയാണ് യഥാർത്ഥ പ്രശ്നങ്ങൾ. നമ്മൾ ന്യൂസ് അവറിലെ സന്ധ്യയ്ക്ക് നടത്തുന്ന വാചക കസർത്തുകളല്ല മാധ്യമപ്രവർത്തനം എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു മാധ്യമപ്രവർത്തക എന്നുള്ള നിലയിൽ ഫൗസിയയുടെ മുന്നോട്ടുള്ള വഴി കൂടുതൽ തെളിമയോടുകൂടി സമൂഹത്തിന് വേണ്ടി നിലനിൽക്കുന്നതാകട്ടെ എന്ന് പറയുന്നു. അഭിനന്ദനം. താങ്ക് യു.